ലോക്ക് നിർമ്മാണത്തിന്റെ ഭാഗമായി കനോലി കനാൽ അടയ്ക്കുന്നതോടെ വെളിയൻകോട്ടെ ലോക്കിന് സമീപത്ത് താൽക്കാലിക കനാൽ നിർമ്മിക്കും. ലോക്ക് നിർമ്മാണത്തിന്റെ ഭാഗമായി കനോലി കനാൽ അടയ്ക്കുന്നതോടെ വെളിയൻകോട്ടെ ലോക്കിന് സമീപത്ത് താൽക്കാലിക കനാൽ നിർമ്മിക്കും. വെളിയങ്കോട് പഴഞ്ഞി പാലത്തിനടുത്ത് കനാലിന്റെ മുകളിൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ കാഞ്ഞിരമുക്ക് പുഴയിൽ നിന്ന് പൂക്കൈതക്കടവിലെ കനാലിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനുള്ള ലോക്കിന്റെ നിർമ്മാണമാണ് തുടങ്ങുന്നത്. ലോക്ക് നിർമ്മിക്കുന്ന സ്ഥലത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് കനാൽ അടയ്ക്കുന്നത്. ലോക്കിന്റെ ഇരുവശത്തും മണ്ണുകൊണ്ട് തടയണ നിർമ്മിച്ചാണ് കനാൽ അടയ്ക്കുക. പൂക്കൈതക്കടവ് മുതൽ ചാവക്കാട് വരെ മഴയുള്ളപ്പോഴും വേലിയേറ്റ സമയത്തും ഒഴുക്ക് കൂടുതലായതിനാൽ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തിനോട് ചേർന്ന് പുതിയ കനാൽ നിർമ്മിക്കാനാണ് ഇറിഗേഷൻ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തുകൂടിയാണ് കനാൽ കടന്നു പോകുന്നത്. ഭൂവുടമകൾ കനാൽ നിർമ്മിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ലോക്ക് നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ താൽക്കാലിക കനാൽ നികത്തുമെന്ന് അധികൃതർ അറിയിച്ചു. വെളിയങ്കോട്, മാറഞ്ചേരി, പെരുമ്പടപ്പ്, പുന്നയൂർക്കുളം പഞ്ചായത്തുകളിലെ ജലസ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനാണ് കനാലിൽ ലോക്ക് നിർമ്മിക്കുന്നത്. പേജ് ടി വി ന്യൂസ്, പൊന്നാനി. പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി വിക്ടറി ITI, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.